ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമൊക്കെയായിട്ട് ഒരുപാട് BJP പ്രവർത്തകരാണ് കുങ്കുമ ഹരിത പതാകയും ഏന്തിക്കൊണ്ട് ഭാരതമാതാവിന് ജയ് വിളിച്ചുകൊണ്ടൊക്കെ അവരെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു മണ്ണാണ് പാലക്കാട്. കാരണം BJP ആദ്യമായി അധികാരത്തിലേറിയ നഗരസഭ, അത് കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിലേറിയ നഗരസഭ പാലക്കാട്. ആ പാലക്കാട് ഇത്തവണ തുടർച്ചയായ മൂന്നാമതും ഹാട്രിക് വിജയം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ആ ഹാട്രിക് വിജയം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് BJP ക്യാമ്പുകൾ, NDA ക്യാമ്പുകൾ ഈ അവസാന മണിക്കൂറിലും ആ പ്രചാരണം കൊഴുപ്പിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട് ഇത്തവണ നഗരസഭയിൽ ഹാട്രിക് വിജയം സ്വന്തമാക്കുന്നതിനൊപ്പം തന്നെ അനവധി പഞ്ചായത്തുകളിലും നഗരസഭകളിലുമൊക്കെ ഭരണത്തിൽ കയറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം NDA ക്യാമ്പുകളിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. പ്രധാനമായിട്ടും അവർ പറയുന്നത് ഷൊർണൂർ നഗരസഭ, ഒറ്റപ്പാലം നഗരസഭ, അതുപോലെ തന്നെ അകത്തേത്തറ പഞ്ചായത്ത്, പറളി പഞ്ചായത്ത്, മലമ്പുഴ പഞ്ചായത്ത്, എലപ്പള്ളി പഞ്ചായത്ത്, വാണിയംകുളം പഞ്ചായത്ത്, അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ പുതൂർ, അഗളി പഞ്ചായത്തുകൾ, ഇവിടങ്ങളിലൊക്കെ അധികാരത്തിൽ കയറുന്ന തരത്തിലുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ അതിന് വേണ്ട തരത്തിലുള്ള എണ്ണയിട്ട യന്ത്രം പോലെ തങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് വോട്ടർമാർക്ക് കൃത്യമായിട്ട് തന്നെ വോട്ടർമാരുടെ ഇടയിൽ തങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ്. ഏതായാലും ഇത്തവണ പാലക്കാട്ടെ ജനങ്ങൾ NDAക്കൊപ്പം BJPക്കൊപ്പം നിൽക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് BJP ക്യാമ്പുകളിലുള്ളത്.